നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫിയറിനെ നമ്മൾ ഒരിക്കലും ഡിനൈ ചെയ്യരുത്. അതായത് അത് നമുക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിലും നല്ലത് യെസ് എനിക്ക് ഇന്ന ഒരു പേടി ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ ഫീഡ്ബാക്സിനും വ്യൂസിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലത്തെ ഫിയറിനെ മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. ഫിയർ എന്ന് പറയുമ്പം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇമോഷനാണ് അല്ലേ. ഒരുപാട് പേർക്ക് അതിൻ്റെ അളവും രീതികളും വ്യത്യാസം ഉണ്ടാവും. ചിലവർക്ക് സ്റ്റേജ് ഫിയർ ആയിരിക്കാം, ചിലവർക്ക് ഹൈറ്റ് പേടിയായിരിക്കാം, മറ്റു ചിലർക്ക് ഇരുട്ട് പേടിയായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫിയറുകളാണ് ഉള്ളത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫിയറിനെ നമ്മൾ ഒരിക്കലും ഡിനൈ ചെയ്യരുത്. അതായത് അത് നമുക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിലും നല്ലത് യെസ് എനിക്ക് ഇന്ന ഒരു പേടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എനിക്ക് ഈ ഒരു കാര്യത്തിൽ കുറച്ചധികം ഒരു ആങ്സൈറ്റി പോലെ ഒരു പേടി പോലെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിരന്തരമായി നിങ്ങൾക്ക് പേടിയുള്ള കാര്യത്തിനെ റിപ്പീറ്റഡ്ലി നിങ്ങളത് ഫേസ് ചെയ്യുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഫിയറുകളെ, ഒരുപാട് ഫിയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ ഞാൻ മാറ്റിയെടുത്തത് നിരന്തരമായി അതിനെ ഫേസ് ചെയ്തുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് പേടിയുള്ള ഞാൻ ഹൈറ്റുമായിട്ട് റിലേറ്റ് ആവുന്ന കാര്യങ്ങൾ ചെയ്ത് ഹൈറ്റിനുള്ള പേടി നമ്മൾ കുറച്ചെടുത്തു. അതുപോലെ ഇരുട്ട് പേടിയുള്ള ഞാൻ ഫുൾ ലൈറ്റായിട്ട് കിടക്കുന്ന ഒരാൾ അതെങ്ങനെയാണ് കുറയ്ക്കുക? ചെറിയ ചെറിയ രീതിയിൽ ആദ്യം ഒന്ന് ഡിമ്മാക്കി പിന്നെ അത് ഓഫാക്കി, അങ്ങനെയാണ് നമ്മൾ ആ പേടി മാറ്റുക. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ആ ഫിയറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പേടിയാണ് എങ്കിൽ കൂടി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നിലേക്ക് കടന്നു വരിക. ചിലപ്പോൾ ഒരു ഹൈറ്റ് പേടിയുള്ള ആൾക്ക് ഫസ്റ്റ് ഡേ തന്നെ ഒരു 100 സ്റ്റെപ്സ് കയറാൻ പറ്റിയെന്ന് വരില്ല. ഒരു 20 സ്റ്റെപ്സ് കയറുന്നത് പോലും അയാളെ സംബന്ധിച്ച് അയാളുടെ ആ ഫിയറിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. സോ ഞാനിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ കാര്യം, നമുക്കുള്ള പേടി നമുക്കുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, റിപ്പീറ്റഡ്ലി അതിനെ ഫേസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഫിയർ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് മാറ്റുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ രീതിയിൽ ആ ഫിയറിനെ നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ട് സ്റ്റെപ്സ് ആയിട്ട് ആ ഒരു നമുക്ക് പേടിയുള്ള കാര്യത്തിലോട്ട് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം, നമുക്കൊരു ആങ്സൈറ്റിയോ ഒരു ഫിയറോ ഉണ്ടെങ്കിൽ അത് നമ്മളെ മാക്സിമം, അത് ബ്രെയിൻ അതിൻ്റെ ഒരു മെക്കാനിസമാണത്. അതായത് നമുക്ക് പേടിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ തിരിച്ച് വലിക്കും. അത് ഡേഞ്ചർ ആണ് എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ നമുക്ക് തന്നിട്ട് നമ്മളെ അവിടെ നിങ്ങോട്ട് തിരിച്ച് വലിക്കും. സോ ആദ്യം തന്നെ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പതിയെ പതിയെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എത്രത്തോളം പുറത്ത് കൊണ്ടുവരുന്നോ അത്രയും വേഗം നമുക്ക് നമ്മുടെ ഫിയറിനെ മാറ്റാൻ വേണ്ടി പറ്റും. സോ എല്ലാവരും ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു 4 ചെറിയ ട്രിക്സും ടിപ്സും ഒന്ന് ചെയ്തു നോക്കിയതിന് ശേഷം ധൈര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പേടികളെയും ഒന്ന് ഫേസ് ചെയ്യുക. മേ ബി ആങ്സൈറ്റി, സ്റ്റേജിൽ കയറാനുള്ള ആങ്സൈറ്റി ആയിരിക്കും, സംസാരിക്കാനുള്ള ആങ്സൈറ്റി ആയിരിക്കും, ആൾക്കാരെ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കും, ഹൈറ്റ്, ഇരുട്ട്, അങ്ങനെ വെള്ളം, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള പേടികളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സോ ഞാനിപ്പോൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് പതുക്കെ പതുക്കെ ഈ പേടിയൊന്ന് മാറ്റാൻ വേണ്ടി നോക്കുക. സോ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഏവർക്കും താങ്ക് യു, ബൈ.